വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ കർണാടക വനം വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി കേരളം. തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും മോഴയാനയെ നിരീക്ഷിക്കാനുള്ള ആന്റണിയും റിസീവറും നൽകിയില്ലെന്നാണ് വനം വകുപ്പിന്റെ ആരോപണം. ആന വരുന്നുവെന്ന് കേരള മുഖ്യമന്ത്രി വിളിച്ചു പറയുക സാധ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതിന് കാട്ടാനയുടെ ഈ ഭീഷണി ഉള്ളതിനാൽ തന്നെ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ. പ്രധാനമായും ഈ തിരുനെല്ലി, കാടൻകൊല്ലി, കുറുവ മേഖലയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ തന്നെ കാട്ടാനയുടെ സാന്നിധ്യമുണ്ടെന്നാണ് വനംവകുപ്പ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നത്. രാവിലെ സ്കൂളിലേക്ക് കുട്ടികളെ വിടരുത് എന്നൊരു നിർദ്ദേശം രക്ഷിതാക്കൾ നേരത്തെ തന്നെ ഈ സ്കൂൾ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പയ്യമ്പള്ളി, തിരുനെല്ലി മേഖലയിലുള്ള എല്ലാ സ്കൂളുകളിലും നാളെ ജില്ലാ കളക്ടർ രേണുരാജ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കുറുവ ഡിവിഷനിലെ കാടൻകൊല്ലി, പയ്യമ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കാട്ടാന മണ്ണുണ്ടി ഭാഗത്ത് തന്നെയാണ് തുടരുന്നതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. നാളെ രാവിലെ മുതൽ 5:30 ഈ വീണ്ടും കാട്ടാനയെ തുരത്താനുള്ള കാട്ടാനയെ മയക്കുവെടിച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് രാത്രി നൈറ്റ് വിഷനുള്ള ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആര്യ, ശരി. മിഷൻ വേലൂർ മഗ്ന തുടരുന്ന സാഹചര്യത്തിൽ നാളെ 3 സ്കൂളുകൾക്കാണ് വയനാട്ടിലെ 3 സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറുക്കമ്പുല, കാടക്കൊല്ലി, തിരുനെല്ലി പഞ്ചായത്തുകളിലെ സ്കൂളിനാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്.